ഷഫീദ് റാവുത്തർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ഷഫീദ്, ഇനിയിപ്പോൾ കെ പി ഗണേഷ് കുമാർ ശ്രമിക്കുക, ഭാര്യയുമായി ഉണ്ടായ പ്രശ്നം ഒരു കുടുംബ പ്രശ്നമാണ്, അത് താൻ പറഞ്ഞു തീർത്തിട്ടുണ്ട്, അതിന്റെ പേരിൽ രാജിവെക്കണമെന്ന ആവശ്യം നിലനിൽക്കില്ല എന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്താനായിരിക്കുമല്ലോ ഈ കൂടിക്കാഴ്ച ഗണേഷ് കുമാർ വിനിയോഗിക്കുക. സ്വാഭാവികമായും ഈ കാര്യത്തിൽ മന്ത്രിയുടെ ഭാര്യ നേരത്തെ പറഞ്ഞത് തനിക്കെതിരെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആശ്വസിപ്പിക്കാനും അതോടൊപ്പം കാര്യങ്ങൾ പറയാനും ഒക്കെ വിളിച്ചിരുന്ന രണ്ടുപേരിൽ ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനാണ്. സ്വാഭാവികമായും ഗണേഷ് കുമാറിന്റെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നതിന്റെ ഒരു ചെറിയ രൂപമെങ്കിലും മുഖ്യമന്ത്രിക്ക് ഉണ്ടാകും. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട്. ഇതിനൊക്കെ പുറത്തു വേണമല്ലോ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കാൻ. അതുകൊണ്ട് ഇന്നത്തെ കൂടിക്കാഴ്ച ഗണേശിന്റെ രാജിക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുന്ന നിർണായക കൂടിക്കാഴ്ചയാണ് എന്ന് നമുക്ക് പറയാമല്ലോ, അല്ലേ? ഉറപ്പായിട്ടും, കാരണം ആ കൂടിക്കാഴ്ച ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിസഭാ യോഗത്തിന് തൊട്ട് മുൻപ് തന്നെ ക്ലിയർ കട്ടായി തന്റെ ഭാഗം രക്ഷിക്കാനുള്ള എല്ലാ നീക്കങ്ങളും കെ പി ഗണേഷ് കുമാർ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് CPI അടക്കം CPM-നെ അറിയിച്ചത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ഇനി നിന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതായിരുന്നു CPM-നെ അറിയിച്ച കാര്യം. ഏതായാലും അതിനു പിന്നാലെ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായിട്ടാണ് മന്ത്രി കെ പി ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തി. അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിക്കുന്നു, അക്കാര്യത്തിൽ ക്ഷമ ചോദിക്കുന്നു. അവരും പറയുന്നുണ്ട് അവരുടെ പ്രതികരണമായി അവർ പറയുന്നു വൈകാരികമായിട്ടാണ് താൻ ആ വിഷയത്തെ എടുത്ത്, അതുകൊണ്ടാണ് ആ പ്രതികരണം നടത്തിയത്. ഇപ്പോൾ തന്നോട് ക്ഷമ ചോദിച്ചിരിക്കുന്നു, തന്റെ പ്രശ്നങ്ങൾ അവസാനിച്ചിരിക്കുന്നു, താൻ നിയമപരമായി നീങ്ങില്ല എന്നൊക്കെയുള്ള ഉറപ്പുമായിട്ടാണ് വാളകത്തെ വീട്ടിൽ നിന്നും കെ പി ഗണേഷ് കുമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് ക്യാബിനറ്റിൽ പങ്കെടുക്കാൻ എത്തിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ട ക്യാബിനറ്റിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം അവിടെ കൂടിക്കാഴ്ച നടത്തുന്നു. ആ കൂടിക്കാഴ്ചയിൽ തന്റെ ഭാഗം പറയുന്നുണ്ട്. കുടുംബ പ്രശ്നം രാഷ്ട്രീയ പ്രശ്നമല്ല എന്നുള്ള കാര്യം അദ്ദേഹം മുഖ്യമന്ത്രിയെ അറിയിക്കുന്നുണ്ട്. അതിനുശേഷമാണ് രാജി വേണ്ട, തൽക്കാലം രാജിയിലേക്ക് പോകേണ്ടതില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഞാനിപ്പോൾ നിൽക്കുന്ന KSRTC-യുടെ ആശുപത്രി മന്ദിര ഉദ്ഘാടനം അത് കിഴക്കേക്കോട്ടയിൽ നടക്കാൻ പോവുകയാണ്. കെ പി ഗണേഷ് കുമാർ വളരെ അഭിമാനത്തോട് പ്രഖ്യാപിച്ചൊരു പദ്ധതിയായിരുന്നു അത്. ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം എത്തും. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും പ്രതിഷേധങ്ങൾ ഉണ്ടായാലും നിലവിൽ രാജിയില്ല, നിയമപരമായ ഒരു പരാതി, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതി നീക്കം അത് ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച ശേഷമാണ് കെ പി ഗണേഷ് കുമാർ വാളകത്തെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയതെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് ആരംഭിച്ചിട്ടുള്ള ഈ വിവാദം അതിന് ഉച്ചയോട് അടുക്കുമ്പോൾ കെ പി ഗണേഷ് കുമാറിന് ആശ്വാസകരമായ കാര്യമായി മാറുന്നുണ്ട് ചില കാര്യങ്ങൾ. അപ്പോഴും പ്രതിപക്ഷം രാഷ്ട്രീയ മൊറാലിറ്റി, പൊളിറ്റിക്കൽ മൊറാലിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കെ പി ഗണേഷ് കുമാറിനെ കടന്നാക്രമിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ ഭാഗമാണ് പത്തനാപുരത്തെ MLA ഓഫീസിലടക്കം കെ പി ഗണേഷ് കുമാറിനെതിരെ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധം. ഒരുപക്ഷെ ഇപ്പോൾ ഈ നടക്കുന്ന KSRTC ആശുപത്രി ഉദ്ഘാടനത്തിലേക്ക് നമുക്ക് പ്രതിഷേധം പ്രതീക്ഷിക്കാം. GK പ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് പോലീസിനെ വിവരം അറിയിച്ചു, പക്ഷേ പോലീസ് വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്നാണ്. മന്ത്രി രാവിലെ പറഞ്ഞത് 112 എന്ന നമ്പറിൽ ഭ്രാന്ത് മൂത്താൽ ആർക്കും വിളിക്കാമല്ലോ എന്ന പരിഹാസത്തോടു കൂടിയാണ് മന്ത്രി രാവിലെ പ്രതികരിച്ചതെങ്കിൽ വൈകിട്ടാകുമ്പോഴേക്കും ഭാര്യയെ വിളിച്ച് പ്രശ്നങ്ങൾ രമ്യതയിൽ തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കുന്നു. അതായത് ഈ പ്രശ്നം വെച്ച് വൈകിപ്പിച്ചാൽ, ഇത് വഷളാക്കിയാൽ മന്ത്രിസ്ഥാനം തെറിക്കുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഗണേഷ് തന്നെ മുൻകൈയെടുത്ത് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഇതൊരു കുടുംബ പ്രശ്നമാണ്, അത് താൻ തന്നെ പരിഹരിച്ചു എന്ന ന്യായം കൊണ്ട് സ്വാഭാവികമായും ഈ രാജി ആവശ്യത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഗണേശനാകുമല്ലോ. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുമായി ഇപ്പോൾ ഗണേഷ് കുമാർ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ പോകുന്നതും ഈ വാദങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും, അല്ലേ? ആ വാദം തന്നെ നിരത്തി ആ കൂടിക്കാഴ്ച അവസാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. GK പറഞ്ഞു തന്നെയാണ് അക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കുടുംബ പ്രശ്നം എന്നുള്ള ആ ഒരു ഫ്രെയിമിലേക്ക് ഈ വിഷയം ഒതുക്കി കഴിഞ്ഞാൽ നിലവിലിപ്പോൾ താൻ അനുഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനം ഏതെങ്കിലും തരത്തിൽ കെ പി ഗണേഷ് കുമാർ എന്ന മന്ത്രി രാജിവെച്ചൊഴിഞ്ഞാൽ മാത്രം ആ പ്രശ്നം തീരില്ല. അത് മുന്നണിയെ ആകെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം മൂന്നാം പിണറായി സർക്കാരിലേക്ക് പോകുമ്പോൾ വികസനത്തിനൊപ്പം സ്ത്രീ സുരക്ഷ, അതേപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ നയമായി ഉയർത്തിക്കാട്ടുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ക്യാബിനറ്റിലെ ഒരു മന്ത്രി തന്നെ ഇത്തരത്തിൽ ഒരു ഗാർഹിക പീഡനം, അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ സ്റ്റാഫുകളടക്കം രീതിയിൽ പെരുമാറിയെന്നൊക്കെയുള്ള ആരോപണം ഉണ്ട്. അത് ഭൂഷണമാകില്ല. അത് ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷം കൃത്യമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് വലിയ തിരിച്ചടിയാകും. ഈ അതിജീവിതമാരെ ഒപ്പം നിർത്തുന്നു എന്നൊക്കെയുള്ള ഒരു ക്യാമ്പയിൻ അത് നേരത്തെ തന്നെ CPM നടത്തിയതാണ്. മുഖ്യമന്ത്രി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നടത്തിയതാണ്. എന്നാൽ കെ പി ഗണേഷ് കുമാറിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പരസ്യമായി വന്ന് പ്രതികരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. രൂക്ഷമായ ഭാഷയിൽ രാഹുലിന് പോലും പ്രതികരിക്കാനുള്ള ഒരു അവസരമാക്കി അത് മാറ്റിയാൽ അത് മുന്നണിക്കും പാർട്ടിക്കും അടക്കം വലിയ പ്രശ്നമാകുമെന്നുള്ള തിരിച്ചറിവ് കെ പി ഗണേഷ് കുമാറിന് തന്നെയുണ്ട്. ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ഒരു പിടിവിട്ടുകൊണ്ട് അദ്ദേഹം ഭാര്യയെ വിളിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം ഈ പറയുന്ന ക്യാബിനറ്റിലേക്ക് എത്തുന്ന മുൻപ് ആ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള നീക്കം നടത്തുന്നു. അവരെ കൊണ്ട് നിയമപരമായി പരാതി നൽകില്ല എന്നുള്ള ഉറപ്പ് അദ്ദേഹം നേടിയെടുക്കുന്നു. അതിനുശേഷം ക്യാബിനറ്റിലേക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി പങ്കെടുക്കാൻ എത്തുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയോട് തന്റെ വേർഷൻ ധരിപ്പിച്ചിരിക്കുന്നത് ഒരു കുടുംബ പ്രശ്നമാണ്, വാർത്താ നിർമ്മിതിയുടെ ഭാഗമായി ചിലർ ചേർന്ന് നടത്തിയിട്ടുള്ള നീക്കമാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് കെ പി ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയാണ് കെ പി ഗണേഷ് കുമാറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ് തിരുവനന്തപുരത്ത്. മന്ത്രിസഭാ യോഗത്തിൽ
പങ്കെടുത്ത ശേഷമാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. അതേസമയം മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് ഈ വിഷയം ചർച്ചയായിട്ടില്ല എന്ന വിവരങ്ങൾ കൂടി വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.